ഹായ്. +2 കഴിഞ്ഞ് ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ്, അതായത് നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, ബി.ഫാം അങ്ങനെ ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പക്ഷേ ഫീസ് എങ്ങനെ അടയ്ക്കും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ഡൗട്ടിലാണോ? എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഗവൺമെൻറ് സബ്സിഡി എങ്ങനെ കിട്ടാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ എഡ്യൂക്കേഷൻ ലോൺ എന്താണ്? എഡ്യൂക്കേഷൻ ലോൺ എന്നത് നിങ്ങളുടെ പഠന ചിലവുകൾക്ക് വേണ്ടി ബാങ്ക് നൽകുന്ന ഒരു സാമ്പത്തിക സഹായമാണ്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് കോളേജ് ഫീസ്, ഹോസ്റ്റൽ ഫീസ്, ബുക്സ്, മറ്റു ചിലവുകളെല്ലാം കവർ ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, പഠനം കഴിയുന്നവരെ നിങ്ങൾ റീപേയ്മെൻ്റ് ഇല്ല എന്നതാണ്. അതിൻ്റെ അർത്ഥം പഠിക്കുന്ന ടൈമിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ. ഒരുപാട് പേര് അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ EMI എന്നല്ല അർത്ഥം. EMI അടയ്ക്കേണ്ടതില്ല പഠനം നടക്കുന്ന സമയത്ത്. പക്ഷേ പഠനം വൺസ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേക്കും, നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ അതുവരെയുള്ള ഇൻട്രസ്റ്റൊക്കെ ആഡ് ഓൺ ആവും. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. പലരും വിചാരിക്കുന്നത് പഠിക്കുന്ന ടൈമിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ്. പക്ഷേ ഈ ഇൻട്രസ്റ്റ് നമുക്ക് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സെൻട്രൽ സെക്ടർ ഇൻട്രസ്റ്റ് സബ്സിഡി സ്കീമുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോൾ പ്രോപ്പർട്ടി ഇല്ലാതെ ലോൺ കിട്ടുമോ എന്നതാണ് പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട്. അപ്പോൾ സാധാരണയായിട്ട് ഒരു 7.5 ലക്ഷം വരെ ലോണ് പ്രോപ്പർട്ടി ഇല്ലാതെ കിട്ടും. പക്ഷെ നിങ്ങളുടെ പാരൻ്റ് ഇതിൽ കോ അപ്ലിക്കൻ്റ് ആയിട്ടിരിക്കണം. അതായത് അവരുടെ ഇൻകം ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് ലോൺ കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ കോ അപ്ലിക്കൻ്റ് ആയിട്ട് വരണം. അവരുടെ ജോബ്, ഇൻകം ഒക്കെ നോക്കും. അവരുടെ ക്രെഡിറ്റും സിബിൽ സ്കോറൊക്കെ നല്ല സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇല്ലാതെ, അതായത് കൊളാറ്ററൽ അല്ലാതെ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ മെയിൻ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ, എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോൾ ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന സമയത്ത് പബ്ലിക് സെക്ടർ ബാങ്കിൽ നിന്നാണ് ലോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ SBI, കാനറ ബാങ്ക്, പിന്നെ അതിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവയൊക്കെ വരും. അപ്പോൾ ഈ ഒരു SBI, കാനറ ബാങ്കിലൊക്കെ ഒരു 11% വരെയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക. പക്ഷേ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഇത്തിരി കൂടുതലാണ്. അത് 13% വരെയൊക്കെ ഇൻട്രസ്റ്റ് പഞ്ചാബ് നാഷണൽ ബാങ്കിലുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിൽ നിന്നാണ് എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നതെങ്കിൽ, അതായത് ICIC, HDFC അങ്ങനെയുള്ള ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലോൺ പ്രോസസ്സിങ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. ഒരു 13 to 14% ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം സ്റ്റുഡൻസിന് അഡ്മിഷൻ ലെറ്റർ വേണം. അഡ്മിഷൻ ലെറ്റർ കൊടുക്കുമ്പോൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെന്ന് കൺഫേം ചെയ്യാം. പിന്നെ നഴ്സിംഗ് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ INC അംഗീകാരമുള്ള കോളേജ് ആയിരിക്കണം. പിന്നെ അല്ലാത്ത എഞ്ചിനീയറിംഗ്, ബി.ഫാം അങ്ങനെ ഏത് കോഴ്സും ആയിക്കോട്ടെ, അങ്ങനെയുള്ളതൊക്കെ നോക്കുമ്പോഴേക്കും ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ഉള്ളതായിരിക്കണം കോളേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ നിങ്ങൾ 10th +2 സർട്ടിഫിക്കറ്റ്, പിന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ, അതായത് കൊളാറ്ററൽ അല്ലാതെ നിങ്ങൾ ലോൺ എടുക്കുന്ന, പ്രോപ്പർട്ടി വെക്കാതെ കോ അപ്ലിക്കൻ്റ് ആയിട്ട് പാരൻറ്റിനെ വെക്കുന്ന കേസിൽ പാരൻറ്റിൻ്റെ ID പ്രൂഫ്, പിന്നെ ഇൻകം പ്രൂഫ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ ശരിയായിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ബാങ്ക് ലോണിൻ്റെ, എഡ്യൂക്കേഷൻ ലോണിൻ്റെ പ്രോസസ്സിങ് ഫാസ്റ്റായിട്ട് നടക്കുകയുള്ളൂ. അടുത്ത് നമുക്ക് ലോണിന് ഗവൺമെൻറ് സബ്സിഡി എന്തൊക്കെ കിട്ടും എന്നുള്ളത് നോക്കാം. ചില സർക്കാർ സ്കീമുകളൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് ലോണിൻ്റെ ബേർഡൻ കുറയും. അതായത് നമുക്ക് പഠിക്കുന്ന സമയത്ത് ഉള്ള ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ അതിൽ മെയിനായിട്ട് സെൻട്രൽ സെക്ടർ ഇൻട്രസ്റ്റ് സബ്സിഡി സ്കീം, CSIS എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ആ സ്കീം എന്താണെന്ന് നോക്കാം. ആ സ്കീമിന് കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആർക്കൊക്കെ കിട്ടും, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഒരു സ്കീമാണിത്. അതായത് സ്റ്റഡി പീരീഡിൽ നമുക്ക് മൊറട്ടോറിയം പീരീഡ് എന്ന് പറയും. ആ പീരീഡിൽ നമുക്ക് എഡ്യൂക്കേഷൻ ലോണിന് ഇൻട്രസ്റ്റ് ഗവൺമെൻറ്റാണ് അടയ്ക്കുക. അപ്പോൾ യൂഷ്വലി നമ്മൾ പറയും സ്റ്റഡി ടൈമിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റഡി പീരീഡിൽ നമുക്ക് ലോണിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും, പക്ഷേ EMI ആ ടൈമിൽ തൊട്ട് അടച്ചു തുടങ്ങേണ്ടതില്ല എന്ന് മാത്രമേ. നമ്മൾ ഈ സമയത്ത് ഉള്ള ഇൻട്രസ്റ്റ് ഗവൺമെൻറ് തന്നെ നേരിട്ട്
അടച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് പിന്നത്തേക്ക് വരില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ലോൺ എടുത്തു കഴിഞ്ഞ് എഡ്യൂക്കേഷൻ ലോൺ ഒരു 4 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ പഠിച്ചിറങ്ങുമ്പോഴേക്കും ഒരു 5.5-6 ലക്ഷം ആയിട്ടുണ്ടാവും അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ. അപ്പോൾ ഈ ഒരു 2 ലക്ഷത്തോളം നമുക്ക് 1.5-2 ലക്ഷത്തോളം നമുക്ക് ഈ ഒരു സ്കീമിൽ നമുക്ക് ലാഭമായിട്ട് കിട്ടും ഈ സ്കീമിലുണ്ടെങ്കിൽ. ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ഇൻകം, അതായത് ഒരു ഫാമിലിയിലുള്ള എല്ലാവരുടെയും കൂടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്താൽ അത് 4.5 ലാക്സ് വരെ ഉണ്ടാവാൻ പാടുള്ളൂ. അതിൻ്റെ മേലെ ഉള്ളവർക്ക് കിട്ടില്ല. അപ്പോൾ ആനുവൽ ഫാമിലി ഇൻകം 4.5 ലാക്സ് വരെ ഉള്ളവർക്കാണ് ഇതിന് ഈ സ്കീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ എലിജിബിൾ കോഴ്സസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏതൊക്കെ കോഴ്സിന് ഈ സെൻട്രൽ സെക്ടർ ഇൻട്രസ്റ്റ് സബ്സിഡി സ്കീം കിട്ടും എന്നുള്ളത്, നഴ്സിങ്ങിന് കിട്ടും, MBBSന് കിട്ടും, പിന്നെ എൻജിനീയറിങ്, ഫാർമസി, അതായത് BPharm കോഴ്സിന്, അങ്ങനത്തെ കോഴ്സൊക്കെ ഇന്ത്യയിൽ തന്നെ ചെയ്യുന്ന ഈ കോഴ്സിനാണ് സ്കോളർഷിപ്പ് സ്കീം കിട്ടുന്നത്. ഇതിൻ്റെ ലോൺ എടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ലോൺ എടുക്കുമ്പോൾ നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്ക്, അതായത് SBI, കനറ പോലുള്ള പബ്ലിക് സെക്ടർ ബാങ്കിൽ നിന്ന് മാത്രം എടുക്കുന്നവർക്ക് മാത്രമേ ഈ ഇത് കിട്ടുള്ളൂ. പിന്നെ കോളേജ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോളേജ് ആയിരിക്കണം. പിന്നെ നഴ്സിംഗ് കോളേജ് ആണെങ്കിൽ INC അപ്രൂവ്ഡ് ആയിരിക്കണം. പിന്നെ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം. അപ്പോൾ CSIS സ്കീം കിട്ടാനുള്ള എന്തൊക്കെയാണ് അതിന് ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ആയിട്ടുള്ളതെന്ന് പറയാം. ഇൻകം സർട്ടിഫിക്കറ്റ്, അതായത് ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ആയിട്ടുള്ള ലെറ്റർ, അഡ്മിഷൻ പ്രൂഫ്, ബാങ്ക് ലോൺ ഡോക്യുമെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ CSIS സ്കീം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു എഡ്യൂക്കേഷൻ ലോണിന് ഒരു ബാങ്കിൽ അപ്ലൈ ചെയ്യുക. ബെറ്റർ നിങ്ങൾ SBIയിലോ കനറ ബാങ്കിലെങ്ങാൻ ഒരു എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലോൺ സാങ്ഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ ബാങ്കിൽ നിന്ന് തന്നെ CSISൻ്റെ അപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കുക. ബാങ്കിൽ നിന്ന് തന്നെയാണ് അത് കിട്ടുന്നത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ കൂടെ ഇൻകം സർട്ടിഫിക്കറ്റ് അത് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്തിട്ട് ബാങ്കിൽ ഈ അപ്ലിക്കേഷൻ ഫോമും കൂടെ ഫില്ല് ചെയ്തിട്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യാം. ബാങ്ക് ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്തിട്ട് ഈ ബാങ്ക് എന്ത് ചെയ്യും വെച്ചാൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് ഗവൺമെൻറ് പ്രോസസ്സിന് വേണ്ടിയിട്ട് അയക്കും. അപ്രൂവൽ ആയാൽ സ്റ്റഡി പീരീഡിനുള്ളിൽ തന്നെ ഉള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ്. അപ്പോൾ നിങ്ങൾ ലോൺ എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ബാങ്കിൽ പോയിട്ട് ഫസ്റ്റ് നിങ്ങൾ എത്ര കൊളാട്രൽ ഇല്ലാതെ, അതായത് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഒന്നും വെക്കാതെ നിങ്ങൾക്ക് എത്രത്തോളം ലോൺ അവർ തരും, അതിനെന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നൊക്കെ ബാങ്കിൽ കറക്റ്റ് ചോദിക്കണം. പിന്നെ അവർ CSISൻ്റെ ഫോം അവിടെ കിട്ടുമോ എന്നുള്ളത് അന്വേഷിക്കണം. പിന്നെ കനറ ബാങ്കിലും SBI ബാങ്കിലും ഒക്കെ പ്രധാനമന്ത്രിയുടെ അണ്ടറിൽ വരുന്ന വിദ്യാഭ്യാസ സ്കീമുകളുണ്ടാവും. അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും. എന്നാൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോ ആയിട്ട് പുതിയ ഇൻഫർമേഷനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ ആവശ്യമായിട്ട് വരും. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. All the best. Thank you for watching.